ജൂലൈ 27 ശനിയാഴ്ച. മത്തായി 13:24 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു നിരീശ്വരവാദിയും അവൻ്റെ സുഹൃത്തായ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയും തെരുവിലൂടെ നടക്കുകയായിരുന്നു. പൊടുന്നനെ അവർ ഒരു തെരുവ് ഗുണ്ടാസംഘത്തെ കണ്ടുമുട്ടി. നിരീശ്വരവാദി ആ ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ മൈക്ക്, യേശുനാഥൻ ലോകത്തിലേക്ക് വന്നിട്ട് 2000 വർഷമായി. എന്നിട്ട് ഇപ്പോഴും ലോകം പാപികളാൽ നിറഞ്ഞിരിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വൃത്തികെട്ട മുഖവുമായി ഒരു കൂട്ടം കുട്ടികളെ അവർ കണ്ടുമുട്ടി. അപ്പോൾ മൈക്കിൻ്റെ ഊഴമായിരുന്നു. അവൻ ആ കുട്ടികളെ ചൂണ്ടി തൻ്റെ നിരീശ്വരവാദിയായ സുഹൃത്തിനോട് പറഞ്ഞു, നോക്കൂ പാറ്റ്, സോപ്പ് കണ്ടുപിടിച്ചിട്ട് 2000 വർഷമായി. എന്നിട്ട് ഇപ്പോഴും ലോകം വൃത്തികെട്ട മുഖങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായന വിത്തിനെക്കുറിച്ചും കളകളെക്കുറിച്ചുമാണ്. ഉപമ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യത്തെ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യനോട് ഉപമിപ്പിക്കാം. എന്നിരുന്നാലും എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു ശത്രു വന്ന് ഗോതമ്പ് വയലിൽ കളകൾ വിതച്ചു. വിളവെടുപ്പ് തുടങ്ങിയതോടെ കളകളും വളർന്നു. കള പറിച്ചെടുക്കണമോ എന്ന് വേലക്കാർ യജമാനോട് ചോദിച്ചപ്പോൾ വിളകൾ ഒരുമിച്ച് വളരാൻ അനുവദിക്കാൻ യജമാനൻ പറഞ്ഞു. പിന്നെ വിളവെടുപ്പ് സമയമാകുമ്പോൾ കളകളെല്ലാം പെറുക്കി കത്തിക്കാൻ കൊയ്ത്തുകാരോട് അവൻ നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്താൽ അവർക്ക് സുരക്ഷിതമായി ഗോതമ്പ് ശേഖരിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ഈ ഉപമയിൽ 3 കഥാപാത്രങ്ങളെ കാണാം. ഒന്ന് വിതക്കാരൻ അല്ലെങ്കിൽ സ്ഥല ഉടമ, 2 തൊഴിലാളികൾ അല്ലെങ്കിൽ അയാളുടെ അടിമകൾ, 3 ശത്രു. വീട്ടുടമസ്ഥൻ നല്ല ഗോതമ്പ് വിത്ത് വിതയ്ക്കുന്നു. അവൻ വളരെ ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവനാണ്. കള പറിച്ചെടുക്കാൻ തൊഴിലാളികൾ തയ്യാറാണ്. കളകൾ നട്ട് പാടം നശിപ്പിക്കാൻ ശത്രു ശ്രമിക്കുന്നു. നല്ലതും ചീത്തയുമായ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഈ ഗോതമ്പ് വിത്തുകളും കളകളും. മനുഷ്യൻ വയലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കളകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഈ കളകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നാശം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ആ കളകൾ വേര് പിടിക്കുന്നതിന് മുമ്പ് പിഴുതെറിയാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? സ്വാഭാവികമായും കളകൾ വളരാൻ തുടങ്ങുമ്പോൾ തന്നെ അവ വലിച്ചെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ അപ്പോൾ അവരുടെ വേരുകൾ മൃദുവാണ്, ആഴത്തിലുള്ള വേരുകളില്ല. എന്നാൽ പിന്നീട് അവ വളർന്നു കഴിയുമ്പോൾ ഈ കളകൾ പറിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കാലക്രമേണ കളകൾ നല്ല മണ്ണിലേക്ക് വ്യാപിക്കുകയും ആരോഗ്യമുള്ള ചെടികളെ നശിപ്പിക്കുകയും ചെയ്യും. മിക്കവാറും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കളകളെയും നാം ഒരിക്കലും പിഴുതെറിയാൻ പോകുന്നില്ല. എന്നിരുന്നാലും നാം വിതച്ച നല്ല വിത്തുകളെ നാം പരിപോഷിപ്പിച്ചാൽ നമുക്ക് സമൃദ്ധമായ വിളവെടുപ്പ് ലഭിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.